നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലത്തെ ചിതറ ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ ഫാമിലേക്കാണ് ഇന്ന് യാത്ര. പ്രവാസി മലയാളിയായ ഷെരീഫ് ഇവിടെയുണ്ട്. കേവലം 3 വർഷമേ ആകുന്നുള്ളൂ ഫാമിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഇതിനിടെ തന്നെ ധാരാളം പാലുൽപ്പന്നങ്ങൾ അവർ പുറത്തിറക്കി കഴിഞ്ഞു. അമ്പതോളം പൂവാലികളും വാഴത്തോട്ടവും ആടും വളപ്പാക്കറ്റും ഒക്കെയായി പുരോഗമിക്കുന്ന പുലിപ്പാറ ഫാമിലെ പൊലിമയുമായി കാണാം ഹരിതം സുന്ദരം. ഓർമ്മകൾ ഒത്തിരി പിന്നിലേക്ക് പായുന്നുണ്ട്. ലബ്ബമാരും ഹാജിമാരുമൊക്കെ തന്നതാണ് ഭൂമി. ആ പാരമ്പര്യത്തിനനുസരിച്ച് കൃഷിയിലേക്ക് വന്നു. കുമ്മിളിലെയും പരിസരത്തെയുമൊക്കെ പല പള്ളികളും പണിതത് ആ കുടുംബമാണ്, പുലിപ്പാറ കുടുംബം. ആ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് ഷെരീഫ്. 3 പതിറ്റാണ്ടാണ് ഗൾഫിലെ എണ്ണ മേഖലകളിൽ ഷെരീഫ് ജോലി ചെയ്തത്. സൗദി അറേബ്യയിലായിരുന്നു ഏറെയും. എങ്കിലും പാരമ്പര്യം കൈവിട്ടില്ല. കുറഞ്ഞത് 3 വർഷമേ ആയുള്ളൂ നാട്ടിലെത്തിയിട്ട്. ചിതറ പഞ്ചായത്തിലെ കൊട്ടവിരുത്തിയിൽ ഒരു ഫാം തുടങ്ങണം എന്ന ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അതങ്ങ് നിറവേറ്റാം എന്ന് ഷെരീഫും ആലോചിച്ചു. ഓർത്താൽ ഇതൊന്നും അത്ര പുതിയ കാര്യമല്ല. എങ്കിലും ഫാമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. 1-2 പശുവല്ല, 50-100 വരാൻ പോകുന്നത്. അത് ഒരു ചെറുകിട ബിസിനസ് അല്ല, ഒരു സംരംഭം തന്നെയാണ്. പശുഫാം അക്ഷരാർത്ഥത്തിൽ ഒരു ഫാക്ടറിയാണ്. അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനം വേണം. ധനമായും അറിവായുമൊക്കെ അത് കിട്ടുമെന്ന് ഷെരീഫിനറിയാം. എങ്കിലും തരാതരം പോലെ അതിനെയൊക്കെ ഒരുമിപ്പിക്കണം. അതിനുവേണ്ടിയായിരുന്നു തത്രപ്പാട്. എന്തായാലും ഉണ്ടായിരുന്ന റബ്ബർ തോട്ടത്തിൽ റബ്ബറൊക്കെയും വെട്ടിക്കളഞ്ഞ് ഒരു വലിയ കൂടാരം പണിതു. അത് കാലികൾക്കായി തന്നെ. GI പൈപ്പുകളിലാണ് മേൽക്കൂര ഉയർന്നു നിൽക്കുന്നത്. 21 അടിയോളം ഉയരമുണ്ട് മേൽക്കൂരയ്ക്ക്. സൂര്യാഘാതം ഏറി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും സങ്കരയിനം പൈക്കൾക്ക് സൂര്യതപം ഒട്ടും ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മേൽക്കൂര ഫൈബർ കോട്ടഡ് ടിൻഷീറ്റാക്കി ഒതുക്കി. പൈക്കലുടെ കൂടാരത്തെ 2 തട്ടായി മാറ്റുകയായിരുന്നു ആദ്യം ചെയ്തത്. 50ഓളം പൈക്കൾക്ക് നിൽക്കാനുള്ള ഒരു ഭാഗം മുകളിൽ, തൊട്ടുതാഴെ 50ഓളം പൈക്കൾക്ക് നിൽക്കാനുള്ള മറുഭാഗം. എല്ലായിടത്തും തീറ്റത്തൊട്ടിയും പാനപാത്രങ്ങളും, എല്ലായിടത്തും ഫാനും വൈദ്യുത ബൾബുകളും. അക്ഷരാർത്ഥത്തിൽ ഒരു ദ്വാരക തന്നെ തീർക്കുകയായിരുന്നു ഷെരീഫ്. സങ്കരയിനം പൈക്കൾക്ക് ഉറച്ച കുളമ്പ് എന്ന സങ്കല്പമില്ല. കേക്ക് പോലെയാണ് കുളമ്പ്. കുളമ്പൊന്ന് പൊട്ടിയാൽ പിന്നീട് പശുവിൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് നിൽക്കാൻ പാകത്തിൽ ഉറച്ച കോൺക്രീറ്റ് തറകൾ പണിതു. അതിന്മേൽ റബ്ബർ ഷീറ്റുകൾ വിരിച്ചു. കുളമ്പ് തേയാതെയും ഉരയാതെയും മാന്യമായി അതിൽ നിൽക്കാം. ചെറിയ ഒരു കുഷൻ എഫക്റ്റും ഉണ്ടാകും. ചൂട് തീരെ താങ്ങുന്നവരല്ല സങ്കരയിനം പൈക്കൾ. അതുകൊണ്ട് തന്നെ ചൂടകറ്റാനായുള്ള എല്ലാ വിദ്യയും ഷെരീഫ് പരീക്ഷിച്ചു. കിഴക്കൻ മലയോരങ്ങളിൽ റബ്ബർ മരങ്ങളിലൂടെ ഒഴുകിവരുന്ന കാറ്റിനെ തടഞ്ഞില്ല. കൂടാരങ്ങളിലെങ്ങും ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. വശങ്ങളൊന്നും തന്നെ മറച്ചില്ല. പങ്കകളുടെ സഹായം ഒപ്പമുണ്ട് താനും. അതുകൊണ്ട് തന്നെ സമൃദ്ധമായ വായുപ്രവാഹം എപ്പോഴുമുണ്ട്. പൈക്കളിൽ ഹോൾസ്റ്റൈൻ ഫ്രീസിയനും ജേഴ്സിയും സുനന്ദിനിയുമൊക്കെ ഉണ്ട്. അയർലൻഡുകാരാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കൾ. കറുപ്പും വെള്ളയുമാണ് അവരുടെ അഴക്. വർഷത്തിൽ 305 ദിനങ്ങളോളം പാൽക്കറവയുണ്ട്. അതാണ് ഹോൾസ്റ്റൈൻ പൈക്കളുടെ മേന്മ. പാലളവ് ഉയർന്നു നിൽക്കുന്നവരാണ് അവർ. പാൽക്കൊഴുപ്പിൽ അല്പം പിന്നിലാണ്. ഇംഗ്ലീഷ് ചാനലിൻ്റെ പൈക്കളാണ് ജേഴ്സി പൈക്കൾ.
നെറ്റിത്തടം പാത്രം പോലെ കുഴിഞ്ഞങ്ങനെ ഇരിക്കും. ചെമ്പൻ തവിടിന്റെ നിറമുള്ള മേനി, സുഗന്ധമുള്ള പാലാണ് ജേഴ്സിയുടേത്. പാലളവിൽ അല്പം പിന്നിലെങ്കിലും പാൽക്കൊഴുപ്പിൽ മുന്നിലാണ് ജേഴ്സി. കേരള കാലാവസ്ഥയോട് ഇണങ്ങുന്നവരാണ് സുനന്ദിനി പൈക്കൾ. ഇന്നതേ നിറം എന്നൊന്നില്ല. കറുപ്പും വെളുപ്പും തവിട്ടും ചുവപ്പുമൊക്കെ അവരിൽ പടരും. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിൽ വികസിപ്പിച്ച ഇനമാണ് സുനന്ദിനി. പാൽക്കൊഴുപ്പിൽ അവർ പിന്നിലല്ല, കറവയിൽ മോശമല്ല താനും. പൈക്കൾക്ക് നിൽക്കാനുള്ള സ്ഥലത്തിലും ശാസ്ത്രീയമായ ഒരു കണക്കുണ്ട്. അതും ഷെരീഫ് തെറ്റിച്ചില്ല. ഒരു പശുവും മറ്റൊരു പശുവും തമ്മിലുള്ള അകലം 120 സെൻറ്റിമീറ്ററെങ്കിലും വേണം. അല്ലെങ്കിൽ കുത്തുകൂടലും വളമിടലുമൊക്കെ അവിടെ പതിവാകും. അതൊക്കെയും ഫാമിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമാകും. ഡങ് ചാനലാണ് പ്രധാനം. വീഴുന്ന വളം അപ്പോൾ തന്നെ ഡങ് ചാനലിലെത്തും. അത് തരാതരം പോലെ ഒഴിവാക്കണം. 21ഓളം ജീവനക്കാരെയാണ് ഷെരീഫ് ഒപ്പം കൂട്ടിയത്. എല്ലാം അന്യസംസ്ഥാന തൊഴിലാളികൾ. കൃത്യമായ നിർദ്ദേശങ്ങൾ, കൃത്യമായ പരിപാലനങ്ങൾ, അതൊക്കെയും അതോടെ സാധ്യമാകും എന്ന് ഷെരീഫിനറിയാം. പൈക്കൾക്ക് തീറ്റ തിന്നാൻ കൃത്യമായ തീറ്റത്തൊട്ടികൾ വേണം. പുല്ലും വൈക്കോലും തീറ്റയുമൊക്കെ അവിടെയാണ് എത്തുക. കുടിവെള്ളം സമൃദ്ധമായി വേണം. 10 ലിറ്റർ പാൽ കിട്ടുന്ന പൈക്കൾ ദിവസവും 50 ലിറ്ററോളം കുടിവെള്ളം കുടിക്കണം. അതും ശുദ്ധജലമാകണം. പച്ചപ്പുല്ല് യഥേഷ്ടം വേണം. കോങ്കോ സിഗ്നൽ പുല്ലാണ് കൃഷി. 2 ഏക്കർ വരുന്ന പറമ്പ് കോങ്കോ സിഗ്നൽ പുല്ലിൻ്റെ കൃഷിക്കായി മാറ്റിവെച്ചു. സിഗ്നൽ പുല്ലും നാട്ടുപുല്ലുമൊക്കെ കൃത്യമായ അളവിൽ കൂടാരത്തിലെത്തും. അതൊക്കെയും എടുത്തു കൊടുക്കുകയേ വേണ്ടൂ. ഷെരീഫ് തന്നെ അതിന് നേതൃത്വം നൽകും. നല്ല കറവയുള്ള പൈക്കൾക്ക് ദിനവും 20 കിലോയെങ്കിലും തീറ്റപ്പുല്ല് വേണം. അതൊക്കെയും കൃത്യമായി നൽകുവാൻ ഷെരീഫ് മുന്നിലുണ്ട്. കുടുംബാംഗങ്ങൾ ഒന്നായുണ്ട് കൃഷിക്ക്. ഷെരീഫിൻ്റെ കൂട്ടുകാർ അവരൊക്കെ തന്നെ. ഭാര്യ ഫസീലയും മക്കളായ ആസിമും അഫ്സലുമൊക്കെ കൂടെയുണ്ട്. കുമ്പച്ചൂടിൽ പശുക്കൾ ഉരുകുകയാണ്. അവർക്ക് നല്ല നനവേണം. പ്രഷർ പമ്പുകളാണ് അതിന് ഇവിടെ കൂട്ട്. കൃത്യമായ ഇടവേളകളിൽ പൈക്കളെ നനയ്ക്കുവാൻ ഷെരീഫും ഭാര്യ ഫസീലയും ഒക്കെ ഒപ്പം കൂടും. ഹോസിൽ നിന്നെത്തുന്ന ജലധാര പൈക്കളെ നന്നായി തണുപ്പിക്കും. അതുമതി അവർക്ക്. രാവിലെ 4-നും ഉച്ചയ്ക്ക് 1-നുമാണ് കറവ. കറവയ്ക്കായി ആധുനിക സംവിധാനങ്ങൾ വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ഷെരീഫിന്. കറവ യന്ത്രം വന്നു. ടീറ്റ് കപ്പുകളും പൾസേറ്ററുകളുമാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എല്ലാം വാക്വം പ്രഷർ. 10 ലിറ്ററോളം പാലുള്ള പൈക്കളെ കറക്കുവാൻ കേവലം 5 മിനിറ്റ് മതി എന്ന കീർത്തിയുണ്ട് മെഷീന്. അധിക നേരം പ്രവർത്തിപ്പിച്ചാൽ അകിടിൽ നിന്ന് ചോര വരുമോ എന്നൊക്കെ സന്ദേഹമുണ്ട്. പക്ഷേ അതിനെയൊക്കെയും തള്ളിക്കളയുന്നു മെഷീൻ. കൃത്യമായ ഇടവേളകളിൽ ടീറ്റ് കപ്പും പൾസേറ്ററുകളും പ്രവർത്തിപ്പിച്ച് അകിടിൽ നിന്നും പൂർണ്ണമായ പാൽ കറന്നെടുത്ത് തരുവാൻ ഞങ്ങൾ തയ്യാർ എന്ന് അവർ വിളിച്ചു പറയും. ഫാമിലെ പാൽ വിപണനത്തിൻ്റെ ചുമതല ഭാര്യ ഫസീലയും ഷെരീഫും ഏറ്റെടുക്കും. ഓരോരുത്തരുടെയും പാലളവുകൾ കൃത്യമായി രേഖപ്പെടുത്തും. തൊട്ടടുത്തുള്ള മിൽമ സൊസൈറ്റിയിലേക്ക് ചെറിയൊരു ഭാഗം പാൽ പോകും. ബാക്കിയുള്ളതത്രയും കുപ്പിയിലാക്കി വിൽപ്പനയിലാണ്. കൊല്ലത്തെ ചിതറ പഞ്ചായത്തിലെ പുലിപ്പാറ ഫാമിൻ്റെ നായകൻ ശ്രീ ഷെരീഫ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഷെരീഫ്. നമസ്കാരം. ഈ പുലിപ്പാറ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. എങ്ങനെ ഈ പേര് വന്നു? പുലിപ്പാറ അത് ഞങ്ങളുടെ കുടുംബ പേരാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ നമ്മുടെ ആ പുലിപ്പാറ എന്ന സ്ഥലത്തിന് പേര് വന്നത് തന്നെ ഞങ്ങളുടെ കുടുംബ പേരാണ് ആ സ്ഥലത്തിന് വന്നത്. പുലിയൊക്കെ ഉണ്ടായിരുന്നു ശരിയോ? പുലി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതൊരു ഭാഗ്യമാണോ എന്നറിയില്ല, കണ്ടിട്ടില്ല. അല്ല, കുടുംബപരമായി സ്വീകരിച്ചിരുന്നൊരു പേര് തന്നെ ഈ ഫാമിനും കിട്ടും. അത് അങ്ങനെ ഇടുന്നതിന് കാരണം നമ്മളൊരു വലിയ ഫാമിലിയാണ്, അംഗങ്ങൾ ഒരുപാടുള്ള ഫാമിലിയാണ്. അപ്പം പലർക്കും ഇപ്പോൾ അറിയില്ല, വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഏത് ഫാമിലിയാണെന്ന് അറിയില്ല. അപ്പോൾ പുലിപ്പാറ എന്നുള്ള ലെവലിൽ ഇപ്പോൾ മൊത്തം അറിയപ്പെടുന്നു. അതെ അതെ, പുലിപ്പാറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടാണ്. കുമ്മളിൽ പല സ്ഥാപനങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ഈ പശു ഫാമാണ്. ഈ ഫാം ഇരിക്കുന്ന സ്ഥലത്തൊരു വീട് കാണാൻ പറ്റും. അത് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ താമസം മാറുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു പശുവും ഒരു കുട്ടിയാണ്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങൾക്ക് പശുവുണ്ട്. അപ്പോൾ എനിക്ക് ഗ്രാൻഡ് ഫാദറൊക്കെ ഈ കൃഷിയിൽ വലിയ ഗ്രാൻഡ് ഫാദർ കൃഷിയായിരുന്നു. പുള്ളി ഇങ്ങനെ ഖുർആനൊക്കെ പഠിപ്പിക്കുന്ന മതപരമായിട്ടൊക്കെ ഉള്ള ഒരു എന്ന് പറയുന്ന ലബ്ബ ഫാമിലി എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ
ഇവിടെ നമ്മൾ താമസിച്ചു. ഞാൻ 10-30 വർഷം ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വന്ന് കൊറോണ ടൈമിൽ വന്നതാണ്. പിന്നെ പോയില്ല, അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്നുകൊണ്ട് റിസൈൻ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 2-3 പേര് കൂടി തുടങ്ങിയതാണിത്. അതിനു മുമ്പ് ഈ പശുവിനെ കുറിച്ച് അറിയത്തില്ല. പശു ഞാൻ അവിടെ വരുമ്പോൾ മുതലേ പശു ഉണ്ട്. ഞങ്ങൾക്ക് 1 പശു 2 പശുവൊക്കെ ഉണ്ട്. ഗ്രാൻഡ് ഫാദറിന് ഒരു പശു ഉണ്ടായിരുന്നുള്ളതല്ലാതെ അല്ല, ഗ്രാൻഡ് ഫാദർ നമുക്കൊരു പശുവിനെ തന്നു ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ വളർത്തി. അത് കഴിഞ്ഞ് എപ്പോഴും ഒരു പശു നമ്മുടെ വീട്ടിൽ 1-2 പശുക്കൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പരിചയമുണ്ട്. അങ്ങനെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പശുവിനെ വളർത്തും പോലെ അല്ലല്ലോ നമ്മളൊരു 100 പശുവിനെ വളർത്തുന്നത്. അങ്ങനെ 100 പശുവിനെ വളർത്തിയിട്ട് ഇപ്പം എന്തായി? 100 പശുവിനെ വളർത്തിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റൊന്നും ആയിട്ടില്ലെങ്കിലും മോശമൊന്നുമല്ല. 22 പേര് ജോലി ചെയ്യുന്നുണ്ട്, 22 കുടുംബങ്ങൾ നമ്മുടെ ഇതിൽ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഈ പശുക്കളും ഈ ഫാമും തന്നെയാണ്. എന്നാൽ ഈ ഗൾഫിലൊക്കെ ഈ എണ്ണ കമ്പനി അങ്ങനെയുള്ള ഓയിൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്തിട്ട് ആ ഒരു അത്തരത്തിലുള്ളൊരു വരുമാനമൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? വരുമാനമല്ല, സന്തോഷം. രാവിലെ ഇവിടെ വരുമ്പോൾ ഈ ഫാമും ഈ പശുക്കളെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. പശു വളർത്തലിൻ്റെ ബോണസാണ് പൈക്കുട്ടികൾ. അവർക്കായി പ്രത്യേകം ഒരു കൂടാരം ഒരുങ്ങിയിരിക്കുന്നു. ഉന്നത ജനിതക മൂല്യമുള്ള ബീജമാത്രകൾ കൊണ്ടാണ് പൈക്കളെ കൃത്രിമ ബീജാധാനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പിറന്നു വീഴുന്ന കിടാങ്ങൾക്ക് ഉയർന്ന ജനിതക മൂല്യമുണ്ട്. പൈക്കിടാങ്ങളെ മാത്രമേ പുലിപ്പാറ ഫാമിൽ നിർത്താറുള്ളൂ. മൂരിക്കിടാങ്ങളെ 3 മാസം കഴിയുമ്പോഴേക്കും വിൽക്കും. പൈക്കിടാങ്ങൾക്ക് ശരീരഭാരത്തിൻ്റെ 10-1 പാലാണ് നൽകുക. നേരിട്ട് അകിട് ചുരത്തുമ്പോൾ കുടിക്കാൻ അവർക്ക് അവകാശമില്ല. പാൽ കൃത്യമായി കറന്നെടുത്ത് പ്രത്യേക പാത്രങ്ങളിലാക്കി ഓരോരുത്തർക്കും തരാതരം പോലെ നൽകും. പാൽ മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടായാലേ സംരംഭം വിജയിക്കൂ എന്ന് ഷെരീഫിന് അറിയാമായിരുന്നു. കേവലം 1 വർഷമേ ആയുള്ളൂ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി ഒരു ഫാക്ടറി തുടങ്ങി. നെയ്യും സംഭാരവും സിപ്പപ്പും തൈരുമൊക്കെ അവിടെ പാക്ക് ചെയ്യാൻ തുടങ്ങി. പാലിന് ആവശ്യക്കാർ ഏറെയുണ്ട്. അത് കുപ്പികളിലാകുമ്പോൾ കൃത്യമായി വാങ്ങാൻ ആളുകൾ. 1/2 ലിറ്റർ 1 ലിറ്റർ പാക്കുകളാണ് അതിന് വേണ്ടത്. ലേലോ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് നമ്മുടെ ഉൽപ്പന്നത്തിന് ഒരു പേര് നൽകാം എന്ന് ഷെരീഫ് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ലേ ലൈറ്റ് എന്ന് അവർക്ക് പേര് നൽകി. പുലിപ്പാറ ഫാമിൽ വെറ്ററിനറി സാങ്കേതിക വൈദഗ്ധ്യം കൃത്യമായി എത്തിക്കുവാൻ കുമ്മിൾ ചിതറ മൃഗാശുപത്രികളുണ്ട്. 2ഇടത്തെയും സാങ്കേതിക വൈദഗ്ധ്യം നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഷെരീഫ്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുലിപ്പാറ ഫാം ഇവിടെ ആരംഭിച്ചത്. അന്നു മുതൽക്ക് തന്നെ ചിതറ, കുമ്മിൾ മൃഗാശുപത്രികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത്. ഫാമിൽ 1 വർഷത്തിൽ 1 പശുവിന് 1 കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് കൃത്രിമ ബീജധാനത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 2 മൃഗാശുപത്രികളിൽ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ ആദ്യകാലങ്ങളിൽ ഈ ഫാമിൽ കുളമ്പ് രോഗബാധ മൂലം കുറച്ച് പശുക്കൾ 8-ലധികം പശുക്കൾ നഷ്ടം വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ കൃത്യമായി കുളമ്പ് രോഗത്തിന് എതിരായിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാം ഈ ഫാമിൽ എല്ലാ വർഷവും മിക്കവാറും 6 മാസത്തിലൊരിക്കൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമൂലം ഇപ്പോൾ അടുത്ത കാലത്തായി കുളമ്പ് രോഗബാധ ഇല്ല. പുലിപ്പാറ ഫാമിന് കൂട്ടായി ഒരു ചെറിയ അജവൃതമുണ്ട്. മലബാറിയാണ് അവിടെ ഇനം. ഒരു പ്രസവത്തിൽ തന്നെ 2-3 ആട്ടിൻകുട്ടികളെ നൽകുന്നവരാണ് മലബാറി ആടുകൾ. മലബാറി ആടുകൾക്ക് യഥേഷ്ടം തീറ്റ തിന്നാനുള്ള എല്ലാ സൗകര്യങ്ങളും പുലിപ്പാറ ഫാമിലുണ്ട്. തണൽമരങ്ങളുടെ നിഴലിൽ അവർ നിന്നുകൊള്ളും. ആദായം തനിയെ തന്നുകൊള്ളും. വളം ശേഖരിക്കുവാൻ കൃത്യമായ സംവിധാനം പുലിപ്പാറ ഫാമിലുണ്ട്. അതിനായി വിശാലമായ ഒരു കളം തന്നെ ഒരുക്കിയിരിക്കുന്നു. വളം കൃത്യമായി പാക്ക് ചെയ്താൽ അതൊക്കെയും കൃഷിത്തോട്ടങ്ങളിലേക്ക് പോകും. ചാക്കിൽ നിറച്ചാണ് വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് താനും. ലേ ലൈറ്റ് എന്ന പേരിടാൻ കാരണം എന്താ? ലേ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബെസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ പ്രീഷ്യസ് മിൽക്ക് എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഫ്രഞ്ചുകാരനുണ്ടായിരുന്നു. ഞാൻ കാഷ്വലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫാം ഇത് തുടങ്ങുകയാണ്, ഒരു മിൽക്ക് പ്രൊഡക്റ്റ് കമ്പനി തുടങ്ങുകയാണ്, ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ, ഗോ ഫോർ ലേ ലൈറ്റ് എന്ന് പറഞ്ഞു. ലോലെ എന്നാണ് യഥാർത്ഥത്തിൽ അതിന് ഫ്രഞ്ചിൽ ലോലെ. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നതാണ് LELAIT. അപ്പോൾ അത് നമുക്കിവിടെ ലോലെ എന്നത് വായിക്കാൻ പറ്റില്ല. ആൾക്കാർ ലേലൈറ്റ് എന്ന് എഴുതിയിട്ട് എന്തുകൊണ്ട് ലോലെ എന്ന് വായിക്കുന്നത് ചോദിക്കുന്നത്.
അതുകൊണ്ടാണ് അത് ലേ ലൈറ്റ് എന്നുള്ളത് അതിൻ്റെ മീനിങ് ഇത് പ്രീഷ്യസ് ആയിട്ടുള്ള മിൽക്കാണ്. ആണ്. നമ്മൾ ഒരു വിധത്തിലുള്ള കെമിക്കലുകളോ മറ്റോ ഇതൊന്നും ചേർക്കാതെ വളരെ ജെന്യൂനായിട്ട് തന്നെ ഉണ്ടാക്കി സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സാണ്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു ആവശ്യക്കാരെവിടെയാണ്? ഇപ്പം നെയ്യുണ്ട്, സംഭാരമുണ്ട്, തൈരുണ്ട്, നെയ്യുണ്ട്, സിപ്പപ്പുണ്ട്. നമുക്ക് ഈ ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഒരു വണ്ടി പോകുന്നുണ്ട്, നെടുമങ്ങാട് വിതുര ഇങ്ങനെ വേറൊരു വണ്ടി പോകുന്നു. 7 വണ്ടികൾ 7 ദിക്കിലേക്ക് പോകുന്നുണ്ട്, കുമ്മളിൻ്റെ 7 സൈഡിലേക്ക്. അത്രയ്ക്ക് ആവശ്യക്കാരുണ്ട്. ഉണ്ട്. കുമ്മളെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയൊക്കെ ഒരു കുമ്മൾ എന്ന് പറയുന്നത് അതെ, കുമ്മൾ ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മൾ അഞ്ചലേക്ക് പോകുന്നുണ്ട് ഒരു വണ്ടി, കുളത്തുപുഴ പോകുന്നുണ്ട് വേറൊരു വണ്ടി. ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രതികരണം കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് ഏതാ? നെയ്യാണ്. നെയ്യും മോരാണ് ഇപ്പം നെയ്യേക്കാനും മുകളിലിരിക്കുന്നത്. കാരണം ഇപ്പോൾ ചൂടല്ലേ, സംഭാരം. ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വെച്ചിട്ട് ഒരു 10-20 കൂടുതൽ തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് ഇത്രയും പശുക്കളെ വെച്ചിട്ട് ഫാം റൺ ചെയ്താൽ അതിൻ്റെ ഒരു ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ നഷ്ടം വരില്ല. നമുക്ക് പിന്നെ ഒരു ഈ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിക്ക് ഇത്ര പെർസെൻറ്റേജ് ലാഭം വേണമെന്ന് ശാഠ്യം പിടിച്ചാൽ അവിടെ നിൽക്കും. ഈ ബിസിനസ് അല്ല ചെയ്യാനുള്ളത്. അല്ല, ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കയറാനുള്ള കാരണം? തുടക്കത്തിലല്ല, ഞാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പിന്നെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. 1 വർഷമായി ഫാക്ടറി പണിയാനും മറ്റും. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമേ ഉള്ളൂ. 6 മാസം. അപ്പോൾ 6 മാസം കൊണ്ട് നമുക്കൊരു സംതൃപ്തി ഉണ്ട്. ഈ പ്രോഡക്റ്റ് ഒന്നും എങ്ങും ഇരുന്നു പോകുന്നില്ല. ഇല്ല, ഉടനെ തീരുമോ? ഇല്ല, തീർച്ചയായും ചെന്നാൽ ഉടനെ തീരും. നെയ്യൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. നെയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. 1000-ഓളം നേന്ത്രൻ ഉൾപ്പെടുന്ന ഒരു വലിയ തോട്ടം ഷെരീഫ് ചെയ്തിട്ടുണ്ട്. നേന്ത്രവാഴത്തോട്ടത്തിൻ്റെ ചൈതന്യം ഫാമിലെ വളം തന്നെ. അതൊക്കെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നതാണ് മേന്മ. നേന്ത്രന് നല്ല ഡിമാൻഡുണ്ട്. ഉത്സവകാലങ്ങളിൽ ചങ്ങഴിക്കോടൻ നേന്ത്രൻ്റെ പ്രശസ്തി അധികം തന്നെ. നന്മയും സ്നേഹവും വിളമ്പുന്നിടത്താണ് കാര്യം. ലാഭനഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം നോക്കി ഒരു സംരംഭം നടത്തുവാൻ കഴിയില്ല. മനുഷ്യരും മൃഗങ്ങളും സ്നേഹവുമൊക്കെയാണ് എല്ലായിടത്തും ഇടപെടുന്നത്. അതിന് അതിൻ്റേതായ സമന്വയമുണ്ട്, അതിൻ്റേതായ ഭാഷയുണ്ട്, അതിൻ്റേതായ തന്ത്രമുണ്ട്. അതിലൊക്കെയും സാവകാശവും സന്മനസ്സും വേണം എന്നതാണ് ഒരു സംരംഭകൻ്റെ മന്ത്രം. 3 വർഷത്തെ ഒരു അനുഭവം കൊണ്ട് സാധാരണഗതിയിൽ ഒരു ഫാം ബ്രേക്ക് ചെയ്യാനാവുന്ന ഒരു സമയം, അതായത് ലാഭനഷ്ടങ്ങൾ ഇല്ലാതെ ഒരു സീറോയിൽ നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയം എന്ന് പറയുന്നത് പശുവിൻ്റെ ഫാമിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷം എന്നാണ് വിദഗ്ധർ പറയാം. എനിക്ക് അതിന് മുമ്പായിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ആയിരുന്നു. അല്ല, അപ്പോൾ എങ്കിലും ഈ 3 വർഷത്തെ ഒരു അനുഭവം കൊണ്ട് ഒരു മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തീർത്തും അപരിചിതമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വലിയ കാര്യങ്ങളൊന്നും കൂടുതൽ അതിൻ്റെ ആഴത്തിലറിയാത്ത ഒരാൾ വന്നിറങ്ങുമ്പോഴേക്കും അയാൾക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ളത് നമ്മൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളതിന് ഏത് സെൻസിൽ എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ 2 മൃഗാശുപത്രികളുടെ കാര്യം പറഞ്ഞു, കുമ്മളിലത്തും ചിതറത്തേയും. അവർ വളരെ സപ്പോർട്ടീവാണ്. പിന്നെ പഞ്ചായത്തുകൾ, 2 പഞ്ചായത്തുകളും അവിടെ ഉള്ള ജീവനക്കാരും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ മറ്റ് അയൽവക്കക്കാരായാലും നമ്മളെല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലും കാര്യങ്ങളിലാണ് പോകുന്നത്. പിന്നെ അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ വിഷയങ്ങളല്ല. ഒരു പ്രവാസി മലയാളി തുടങ്ങിയ ഒരു സംരംഭം എന്ന നിലയിൽ നാട്ടിലൊരു അംഗീകാരം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഒരുപാട് വീടുകളിൽ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പാലിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പാല് അന്നും അയൽവക്കക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഞങ്ങൾ ഒരിക്കലും വേറെടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിലൊരു കുമ്മൾ പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 50 പശു ഉണ്ടാകുമെന്ന് സംശയമാണ്. അപ്പോൾ പാലിൻ്റേതായ ഷോർട്ടേജ് എല്ലാ സ്ഥലത്തും ഉണ്ട്. കുടുംബം അംഗങ്ങളുടെ പിന്തുണ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വൈഫ് ഫുള്ളി സപ്പോർട്ടീവാണ്. പുള്ളിക്കാരി BEd കഴിഞ്ഞ് ഫാർമസി കഴിഞ്ഞിട്ടാണ്. പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മിൽക്ക് പ്രോഡക്റ്റ് യൂണിറ്റ് പുള്ളിക്കാരിയാണ് ഹാൻഡിൽ ചെയ്യണത്. ഞാൻ മിക്കവാറും സമയങ്ങളിൽ ഫാമും, എനിക്ക് പിന്നെ റബ്ബറിൻ്റെത്, പിന്നെ നമുക്കിവിടെ ഒരു സ്ലോട്ടർ ഹൗസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ പോകും. പുള്ളിക്കാരിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നല്ല ഫാം തുടങ്ങുമ്പോൾ അതിൻ്റെ അനുബന്ധ കൃഷി മേഖലയെ പുൽത്തോട്ടം വികസിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളം സംഭരിക്കുന്നതിനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത എന്താ പ്ലാൻ? ഞങ്ങളുടെ അടുത്ത പ്ലാനാണ് ജൈവവളം. അതിനുള്ള പ്രൊജക്റ്റ് റെഡിയാക്കി നമ്മൾ ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയാൽ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ആ ഒരു സംരംഭം കൂടെ ചെയ്യും.
വിലയോ ലാഭമോ അല്ല, നിശ്ചയദാർഢ്യമാണ് എന്തിനും കൂട്ടാവുന്നത്. പ്രവാസി മലയാളിയായ ഷെരീഫിന് നേരാം ഭാവുകങ്ങൾ.